ഉണ്ണീസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന ഭാഗത്തെ ക്ലാസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സൈറ്റ് എക്സ്പ്ലോറേഷൻ. ഫൗണ്ടേഷൻ നിർമ്മിക്കുമ്പോൾ ഏത് തരത്തിലെ ഫൗണ്ടേഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് സേഫ് ആയിട്ടും അതേപോലെ എക്കണോമിക്കലായിട്ടും ഏത് കറക്റ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഫൗണ്ടേഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസ്ട്രക്ഷനിൽ ഏത് ഫൗണ്ടേഷനാണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനർ ആ ഒരു സോയിലിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതുപോലെ തന്നെ ആ ഫൗണ്ടേഷൻ എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെയുള്ള മെറ്റീരിയൽസിനെ കുറിച്ചും നല്ല രീതിയിലുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഫൗണ്ടേഷൻ വരുന്നത് ഏത് സോയിലിലാണോ ആ സോയിലിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഡിസൈനർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡിലും ലബോറട്ടറിയിലുമായി നടത്തുന്ന ടെസ്റ്റുകളെയാണ് സോയിൽ അല്ലെങ്കിൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായ ഫൗണ്ടേഷൻ നൽകുന്നതിന് വേണ്ടി അവിടുത്തെ ആ ഫൗണ്ടേഷൻ ഉള്ള സോയിലിന്റെ ഘടനയെക്കുറിച്ചും ആ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകളെക്കുറിച്ചും, അതായത് ആ സോയിലിന്റെ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ വരുന്ന ആ ഭാഗത്തെ സോയിലിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ലാബിലും അതേപോലെ തന്നെ സൈറ്റിലും നടത്തുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ സോയിൽ എക്സ്പ്ലോറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെത്തേഡ്സ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ്? ഒന്ന്, ഓപ്പൺ എക്സ്കവേഷൻ, പ്രോബിംഗ്, ഓഗർ ബോറിംഗ്, വാഷ് ബോറിംഗ്, സബ്സർഫസ് സൗണ്ടിംഗ്, ഡീപ് ബോറിംഗ് ആൻഡ് ജിയോ ഫിസിക്കൽ മെത്തേഡ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൽ വിശദമായുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം ഓപ്പൺ എക്സ്കവേഷൻ അഥവാ ടെസ്റ്റ് പിറ്റ്. ഇത്തരത്തിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പിറ്റ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു ഹാർഡ് സോയിൽ, ഭൂമിയുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും മാക്സിമം ഒരു 1.5 മീറ്റർ താഴെ ഹാർഡ് സോയിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് ഏകദേശം 1.5 മീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ഹാർഡ് സോയിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ഓപ്പൺ എക്സ്കവേഷൻ അഥവാ ടെസ്റ്റ് പിറ്റ് ഉപയോഗിക്കാവുന്നത്. ഒരു സ്ക്വയർ പിറ്റ് ഓഫ് സൈഡ് 1.5 മീറ്റർ ആണ് നമ്മൾ ഇതിനായി എടുക്കുന്നത്. സ്ക്വയർ പിറ്റ് ഓഫ് സൈഡ് 1.5 മീറ്റർ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ എത്ര നമ്പർ ഓഫ് ടെസ്റ്റ് പിറ്റ് വേണമോ അത്രയും നമ്മൾ ആ ഒരു ഗ്രൗണ്ടിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റുകൾ: മാക്സിമം ഡെപ്ത് 1.5 മീറ്ററും അതേപോലെ സ്ക്വയർ പിറ്റിന്റെ സൈഡ് 1.5 മീറ്ററുമാണ്. നെക്സ്റ്റ് ആണ് പ്രോബിംഗ്. പ്രോബിംഗ് എന്നാൽ ഒരു ഹോളോ ട്യൂബ് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നതാണ് പ്രോബിംഗ്. ഇത്തരത്തിൽ ഒരു ഹോളോ ട്യൂബോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റോഡോ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ താഴേക്ക് ഇറക്കി വെക്കുന്നു. അത്തരത്തിൽ നമ്മൾ നടത്തുന്നതാണ് പ്രോബിംഗ്. ഈ മെത്തേഡ് നമുക്ക് മാക്സിമം ഒരു 3 മീറ്റർ ഡെപ്ത് വരെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. പ്രോബിംഗ് എന്ന മെത്തേഡ് നമുക്ക് മാക്സിമം ഒരു 3 മീറ്റർ ഡെപ്ത് വരെ ഉപയോഗിക്കുവാൻ കഴിയുന്നു. നെക്സ്റ്റ് മെത്തേഡാണ് ഓഗർ ബോറിംഗ്. ഓഗർ എന്നാൽ പ്രധാനമായും 3 രീതിയിലാണ് ഉള്ളത്. 3 തരം ഓഗേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പോസ്റ്റ് ഹോൾ ടൈപ്പ്, സ്ക്രൂ ടൈപ്പ്, അതുപോലെ തന്നെ ഷെൽ ടൈപ്പ്. നമ്മൾ ഓഗേഴ്സ് ഈ ഗ്രൗണ്ട് ലെവലിനുള്ളിലേക്ക് ഒരു സ്ക്രൂ ഇറക്കുന്നത് എങ്ങനെയാണോ, സ്ക്രൂ നമ്മൾ എങ്ങനെയാണോ ഒരു സർഫസിലേക്ക് ഇറക്കുന്നത് അതുപോലെ ഓഗേഴ്സ് ഇറക്കുക. അതിനുശേഷം ആ ഓഗർ നമ്മൾ വിഡ്രോ ചെയ്യുന്നു. ആ ഗ്രൗണ്ടിൽ നിന്ന് ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നു. അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു സോയിലിനെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്. ഇതിന്റെയും മാക്സിമം ഡെപ്ത് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഡെപ്ത് 6 to 8 മീറ്റർ ആണ് ഓഗർ ബോറിങ്ങിന് പറയുന്നത്. ഓഗർ ബോറിങ്ങിന് പറയുന്ന മാക്സിമം ഡെപ്ത് 6 to 8 മീറ്റർ ആണ്. അടുത്ത മെത്തേഡാണ് വാഷ് ബോറിംഗ്. വാഷ് ബോറിംഗ് ചെയ്യുന്നത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഒരു കേസിംഗ് ഇറക്കി വെക്കുന്നു. എന്നിട്ട് ആ കേസിങ്ങിനുള്ളിലേക്ക് ഒരു സർക്കുലർ ആയിട്ടുള്ള കേസിംഗ് ഇറക്കി വെക്കുന്നു. ആ കേസിങ്ങിനുള്ളിലേക്ക് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ളിലുള്ള സോയിൽ ആ വെള്ളത്തിനൊപ്പം പുറത്ത് ഗ്രൗണ്ട് ലെവലിലേക്ക് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വാഷ് ബോറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് സബ്സർഫസ് സൗണ്ടിംഗ്. സബ്സർഫസ് സൗണ്ടിംഗ് എന്നത് നമ്മൾ സോയിലിന്റെ റെസിസ്റ്റൻസ്, ഡെപ്തിലേക്ക് പോകുമ്പോഴുള്ള സോയിലിന്റെ റെസിസ്റ്റൻസ് പെനിട്രോമീറ്റർ എന്ന ഡിവൈസ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നു.
ഡെപ്തിലേക്ക് പോകുമ്പോൾ സോയിലിന് എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് സ്റ്റാറ്റിക് ലോഡിങ്ങിലൂടെ, അതായത് റെസ്റ്റിലുള്ള ലോഡിങ്ങിലൂടെയും എന്നാൽ ഡൈനാമിക് ലോഡിലൂടെയും മോഷനിലുള്ള ലോഡിങ്ങിലൂടെയും രണ്ട് രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പെനിട്രോമീറ്റർ. ഈ ടെസ്റ്റ് നമുക്ക് ഉപയോഗപ്രദമാകുന്നത് നമ്മൾ ഒന്നുകിൽ ഫൈൻഡിങ് ദി ഡെപ്ത് ഓഫ് റോക്ക് ബെഡ് ഓർ സ്ട്രാറ്റം, റോക്ക് ബെഡ് അല്ലെങ്കിൽ സ്ട്രാറ്റം എത്ര ഡെപ്തിലാണ് ഉള്ളത്, നമ്മുടെ ഗ്രൗണ്ടിൽ എത്ര ആഴത്തിലാണ് റോക്ക് ബെഡ് ഉള്ളത് അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള സ്ട്രാറ്റം ഉള്ളത് എന്ന ഡെപ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ സോയിലിന്റെ ജനറൽ ആയിട്ടുള്ള എക്സ്പ്ലോറേഷന് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ഒരു മെത്തേഡാണ് സബ്സർഫസ് സൗണ്ടിങ് മെത്തേഡാണ് കൊഹിഷൻലെസ് സോയിലിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കൊഹിഷൻലെസ് സോയിലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് സബ്സർഫസ് സൗണ്ടിങ്. നെക്സ്റ്റ്, ഡീപ്പ് ബോറിംഗ്. ഡീപ്പ് ബോറിംഗ് എന്നാൽ പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഡാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഡീപ്പ് ബോറിംഗ്. ഇതിനുപയോഗിക്കുന്ന മെഷീൻസ് പെർക്യൂഷൻ ബോറിംഗ് മെഷീൻ, അതുപോലെ തന്നെ കോർ ഓർ റോട്ടറി ഡ്രില്ലിംഗ് മെഷീൻ. ഈ രണ്ട് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡീപ്പ് ബോറിംഗ് ചെയ്യുന്നത്. വളരെ വലിയ പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ഡീപ്പ് ബോറിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡാണ് ജിയോ ഫിസിക്കൽ മെത്തേഡ്. ഇത് പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് വളരെ വേഗത്തിൽ നമുക്ക് സൈറ്റ് എക്സ്പ്ലോറേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, സ്പീഡിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ജിയോ ഫിസിക്കൽ മെത്തേഡ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നിടത്ത്, അതായത് മിനറൽസിന്റെയും ഓയിൽസിന്റെയും സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായും ജിയോ ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവിടെ ഡെപ്തിലേക്ക് പോകുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മിനറൽസിന്റെ ഡെപ്പോസിഷനോ അല്ലെങ്കിൽ ഓയിൽസിന്റെ പ്രസൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലായും ജിയോ ഫിസിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാം. ഒന്ന് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ്, മറ്റൊന്ന് സീസ്മിക് റിഫ്രാക്ഷൻ മെത്തേഡ്. ജിയോ ഫിസിക്കൽ മെത്തേഡിൽ തന്നെ വരുന്ന രണ്ട് ടൈപ്സ് ആണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡും സീസ്മിക് റിഫ്രാക്ഷൻ മെത്തേഡും. നെക്സ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്ത് നിന്ന് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് മെത്തേഡ് ഓഫ് സോയിൽ എക്സ്പ്ലോറേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ എ ഡെപ്ത് ഓഫ് 3 മീറ്റർ? 3 മീറ്ററിന് പറ്റുന്ന ഏത് എക്സ്പ്ലോറേഷൻ മെത്തേഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓഗർ ബോറിംഗ്, വാഷ് ബോറിംഗ്, ഓപ്പൺ എക്സ്കവേഷൻ, പ്രോബിംഗ്. 3 മീറ്റർ ഡെപ്തിന് പറ്റുന്നത് പ്രോബിംഗ് ആണ്. 3 മീറ്റർ ഡെപ്തിൻ്റെത് പ്രോബിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഇൻക്ലൂഡ്സ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി? ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് ഏതിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് ഓപ്ഷൻസ് സബ്സർഫസ് സൗണ്ടിങ്, ജിയോ ഫിസിക്കൽ മെത്തേഡ്, ഡീപ്പ് ബോറിംഗ്, ഓഗർ ബോറിംഗ്. ആൻസർ ജിയോ ഫിസിക്കൽ മെത്തേഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഗർ ബോറിംഗ് മേ ബി ഓഫ്. ഓഗർ ബോറിംഗിന്റെ ടൈപ്പ് ഏതൊക്കെയാണെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ പോസ്റ്റ് ഹോൾ ടൈപ്പ് ആണ്. ഓഗർ ബോറിംഗ് മേ ബി ഓഫ് പോസ്റ്റ് ഹോൾ ടൈപ്പ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ കൊഹിഷൻലെസ് സോയിൽ? കൊഹിഷൻലെസ് സോയിലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് മെത്തേഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഗർ ബോറിംഗ്, വാഷ് ബോറിംഗ്, സബ്സർഫസ് സൗണ്ടിങ് ആൻഡ് ഡീപ്പ് ബോറിംഗ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് സബ്സർഫസ് സൗണ്ടിങ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് സ്യൂട്ടബിൾ ഡെപ്ത് ഫോർ ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡ്? ഓപ്പൺ എക്സ്കവേഷൻ മെത്തേഡിന്റെ ഡെപ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. 1.5, 2.5, 3.5, 3 മീറ്റർ. കറക്റ്റ് ആൻസർ വരുന്നത് 1.5 മീറ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.